പ്രിയ യുവസുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ഊർജ്ജസ്വലവുമായ കാലഘട്ടമാണ് യുവത്വം. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കരിയറും എല്ലാം കെട്ടിപ്പടുക്കുന്ന പ്രായം. എന്നാൽ ഇന്നത്തെ അതിവേഗ ലോകത്ത് സാങ്കേതികവിദ്യയുടെയും സോഷ്യൽ മീഡിയയുടെയും കപടമായ തിളക്കങ്ങൾക്കിടയിൽ പലപ്പോഴും യുവതലമുറയ്ക്ക് വഴിതെറ്റിപ്പോകുന്നുണ്ട്. ലക്ഷ്യമില്ലായ്മയും വിരസതയും നിരാശയും നമ്മെ വേട്ടയാടാറുണ്ട്. യുവത്വം എന്നത് വെറുതെ കളഞ്ഞു തീർക്കാനുള്ളതല്ല, അത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മീയതയെ ശക്തമായി കാത്തു സൂക്ഷിക്കുക. സ്വന്തം കുടുംബത്തിന് പ്രകാശവും അനുഗ്രഹവുമായി മാറുക. സമൂഹത്തിന് നന്മ ചെയ്യുന്ന, ജനങ്ങളെ സേവിക്കുന്ന ഉത്തമ പൗരന്മാരായി വളരുക. പഠനത്തിലും കരിയറിലും ഏറ്റവും ഉയർന്ന നിലകളിൽ എത്തുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ വിനയവും ദൈവഭയവും കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകട്ടെ. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകൾക്ക് മുന്നിൽ തകരാത്ത ആത്മീയ അടിത്തറയുള്ള നാളെയുടെ വാഗ്ദാനങ്ങളായി നിങ്ങൾ മാറട്ടെ. ഒരു മകൻ അല്ലെങ്കിൽ മകൾ ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കുടുംബത്തിന് ലഭിക്കുന്ന സമാധാനം വിവരിക്കാനാവാത്തതാണ്. മക്കൾ വഴിതെറ്റിപ്പോകുമോ എന്ന മാതാപിതാക്കളുടെ വലിയ ആകുലത അവിടെ ഇല്ലാതാകുന്നു. തൻ്റെ പെരുമാറ്റം കൊണ്ടും വാക്കുകൾ കൊണ്ടും സ്നേഹം കൊണ്ടും സ്വന്തം വീടിനെ സ്വർഗതുല്യമാക്കാൻ ഓരോ യുവാവിനും സാധിക്കണം. കുടുംബത്തിൽ സമാധാനത്തിൻ്റെ ദൂതനായി മാറുക എന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ ദൗത്യം എന്ന് നിങ്ങൾ മറക്കരുത്. ഒരു യുവാവ് ആത്മീയമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവന് ലഭിക്കുന്ന നേട്ടങ്ങൾ ചെറുതല്ല. ആത്മനിയന്ത്രണവും വിവേകവും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേചനാധികാരവും ലഭിക്കുന്നു. ലഹരി പദാർത്ഥങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, സൈബർ കെണികൾ എന്നിവയോട് നോ പറയാൻ ഇത് യുവാക്കളെ പ്രാപ്തരാക്കും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള മോചനം അവന് ലഭിക്കും. പഠനഭാരം, കരിയറിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ, പ്രണയപരാജയങ്ങൾ എന്നിവ അവനിൽ നിന്ന് ഇല്ലാതാകും. ഡിപ്രഷനിലേക്ക് വീഴാതെ എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന ചിന്ത ഈ വ്യക്തിയിൽ ഉടലെടുക്കും. താൽക്കാലികമാണ് ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളുമെന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രത്യാശയുടെ ആത്മീയത ഈ മകന് ലഭിക്കുന്നു. വ്യക്തമായ ലക്ഷ്യബോധം ഇവനുണ്ട്. ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിന് പ്രസാദകരമായ വലിയൊരു ദൗത്യം തനിക്കുണ്ടെന്ന ബോധ്യം അവരിൽ വളരുന്നു. ഓർക്കുക, നമ്മുടെ യൗവനം ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നാം കാറ്റിലുലയുന്ന ഒരു വഞ്ചിയെപ്പോലെയല്ല, മറിച്ച് കൊടുങ്കാറ്റിലും ഉറച്ചു നിൽക്കുന്ന വൻവൃക്ഷം പോലെയായി മാറും. നമ്മുടെ ആത്മീയതയുടെയും നന്മയുടെയും ആദ്യത്തെ പരീക്ഷണശാല സ്വന്തം വീടാണ്. പുറത്തു വലിയ കാര്യങ്ങൾ സംസാരിക്കുകയും വീട്ടിൽ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു ആത്മീയ വ്യക്തിയാകാൻ കഴിയില്ല. നമ്മെ വളർത്താൻ വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മകൻ്റെയോ മകളുടെയോ ഏറ്റവും വലിയ ആത്മീയ കടമ. ഇന്ന് പല വീടുകളിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയൊരു അകലമുണ്ട്. സ്മാർട്ട് ഫോണുകളുടെ ലോകത്ത് ഒരേ മുറിയിലിരുന്നിട്ടും പരസ്പരം സംസാരിക്കാത്ത അവസ്ഥ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക, ഈഗോ കാണിക്കുക എന്നിവ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തുന്നു. ഇവിടെ യുവാക്കൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും. മാതാപിതാക്കൾ നമ്മെ വഴക്ക് പറയുമ്പോൾ തിരിച്ചു തർക്കിക്കാതെ അവരുടെ സ്നേഹത്തെയും ആകുലതകളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫോൺ മാറ്റിവെച്ച് ദിവസവും കുറച്ച് സമയം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സംസാരിക്കുക. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. വീട്ടുജോലികളിൽ സഹായിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ വാശികൾ ഒഴിവാക്കി മാതാപിതാക്കളുടെ ഭാരം കുറയ്ക്കുക. തോൽവികൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ പദ്ധതികളിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഒരു വാതിൽ അടയുമ്പോൾ ദൈവം മറ്റൊരു വാതിൽ നമുക്കായി തുറന്നു തരുന്നുണ്ട്.